എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ചില അറിയിപ്പുകളാണ് പറയുന്നത്. മസ്റ്ററിംഗ് പൂർത്തീകരിച്ച 62 ലക്ഷത്തോളം പേരിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച എല്ലാവർക്കും പെൻഷൻ ലഭിക്കും എന്ന് പറയുമ്പോൾ ഇപ്പോൾ നടക്കുന്ന മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് പെൻഷൻ ലഭിക്കില്ലേ എന്നുള്ള സംശയം മുമ്പൊക്കെ വാട്സപ്പിലൂടെയൊക്കെ ചോദിച്ചിരുന്നു. അപ്പം ആ ആളുകളെല്ലാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഓണത്തോടനുബന്ധിച്ച് 4800 രൂപ വിതരണം ചെയ്യുന്ന നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസത്തെ പെൻഷനാണ് ഇപ്പോൾ കയ്യിൽ വിതരണം ആരംഭിക്കുന്നത്. ഓണം 14-ന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അടുത്ത ഗഡുവായിട്ടുള്ള 3200-ന്റെ വിതരണവും ആരംഭിക്കും. ഇതിനു വേണ്ടി 1700 കോടി രൂപ സംസ്ഥാന ധനവകുപ്പ് അനുവദിച്ചുകൊണ്ട് ഉത്തരവിറങ്ങി. സംസ്ഥാന ധനവകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാലും മുഖ്യമന്ത്രി പിണറായി വിജയനും ഫേസ്ബുക്കിലൂടെ ഈ കാര്യങ്ങൾ ഇന്നലെ അറിയിച്ചിരുന്നു. സംസ്ഥാനത്തെ 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ 2023-ൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ 3200 രൂപ കൂടി എത്തിച്ചേരുന്നതാണ്. 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് വിതരണം ചെയ്യുന്നത് കൊണ്ട് തന്നെ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് കയ്യിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾ. ആദ്യം ബാങ്കിൽ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യം പറയാം. 11-ാം തീയതിയാണ് ബാങ്കിൽ പെൻഷൻ എത്തും എന്ന് പറഞ്ഞിട്ടുള്ളത്. 11-ാം തീയതി രാത്രി 6 മണിക്ക് ശേഷമായിരിക്കും തുക എത്തിച്ചേരാൻ ഏറ്റവും കൂടുതൽ സാധ്യത. പെൻഷൻ എത്തിച്ചേരുക 2 ഗഡുക്കളായിട്ടാണ്. 1600 രൂപ വീതം ലഭിക്കുന്ന 2 ഗഡുക്കളായിട്ടാണ് പെൻഷൻ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക. കേന്ദ്ര വിഹിതം കുറവുള്ള ആളുകൾക്ക് 2 മാസത്തെ തുക ആവുമ്പോൾ 300 കുറവുള്ള ആളുകൾക്ക് 600-ന്റെ കുറവുണ്ടാകും. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2 ഗഡുക്കൾ വിതരണം ചെയ്യുമ്പോൾ ചിലപ്പോൾ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ, അല്ലെങ്കിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ, അല്ലെങ്കിൽ ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഒരു ദിവസം ഒരു ഗഡു കയറി പിറ്റേ ദിവസം മറ്റൊരു ഗഡു കയറുന്ന രീതിയിലാണ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ 3200 ലഭിക്കുവാൻ കാത്തിരിക്കുന്ന ആളുകൾ, ബാങ്കിൽ കാത്തിരിക്കുന്ന ആളുകൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി കയ്യിൽ വിതരണത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണ് എങ്കിൽ, കയ്യിൽ വിതരണം സർവീസ് സഹകരണ സംഘം ജീവനക്കാരാണ് നൽകുക. ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ കഴിയുന്നതോടുകൂടി 11-ാം തീയതി ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തും എന്ന് പറയുമ്പോൾ 2 ദിവസത്തിനപ്പുറം കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കും. ഓണത്തിന് മുമ്പ് പരമാവധി ആളുകൾക്ക് പെൻഷൻ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് തന്നെയാണ് സർക്കാർ 11-ാം തീയതി തന്നെ വിതരണം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കയ്യിൽ വിതരണവും നേരത്തെ ഉണ്ടാകും. 13-ാം തീയതിയോടുകൂടി വിതരണക്കാരുടെ കയ്യിലേക്ക് തുക എത്തിക്കഴിഞ്ഞാൽ ഓണം ആണ് എങ്കിൽ പോലും ആ ദിവസങ്ങളിലും, 1-ാം ഓണമായാലും തിരുവോണമായാലും വിതരണക്കാർ, പ്രാദേശികമായിട്ടുള്ള വിതരണക്കാർ ആ ഒരു തുക ഓണം അവധിയാണ് എങ്കിൽ പോലും വീട്ടിൽ എത്തിച്ച് നൽകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. 2 മാസത്തെ തുക ലഭിക്കുമ്പോൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കമ്മീഷൻ മേടിക്കുന്ന ഒരു സാഹചര്യം മുമ്പുണ്ടായിരുന്നു. അതേ തുടർന്ന് ധനവകുപ്പ് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് 3200 രൂപയ്ക്ക് ഒരുമിച്ച് ലഭിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് 1600 ഏതാനും ദിവസങ്ങൾക്കകം 3200 നൽകുന്ന സമയത്ത് ഞങ്ങളുടെ ചെലവിലേക്ക് എന്ന് പറഞ്ഞ്, വാഹനം ഓടിക്കുന്ന ചെലവിലേക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് 200 രൂപ നിങ്ങൾ തരണം എന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും തുക നിങ്ങൾ നൽകണമെന്നോ വിതരണക്കാർ പറയുകയാണ് എങ്കിൽ അത് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെ സംസ്ഥാനത്ത് മുമ്പ് സാഹചര്യം, അതായത് 2 മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമ്പോഴാണ് ഈ ഒരു സാഹചര്യം സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. അപ്പം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിവരം നിങ്ങളുടെ പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ച് അറിയിക്കേണ്ടതാണ് എന്നും ധനവകുപ്പ് അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എല്ലാവരുമല്ല, ഭൂരിഭാഗം ആളുകളും ഇത് വലിയ സേവനമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അവർക്ക് ഇൻസെന്റീവ് തുക ഉണ്ട് എങ്കിലും, ഇൻസെന്റീവ് ഒക്കെ വളരെ താമസിച്ചാണ് ലഭിക്കുന്നത് എങ്കിലും അവർ സേവനമായിട്ട് തന്നെയാണ്, വലിയ സേവനമായിട്ട് തന്നെയാണ് പെൻഷൻ വിതരണം ഈ ജീവനക്കാർ നടത്തുന്നത്. പക്ഷേ അതിൽ ചില ആളുകൾ പെൻഷൻ ഗുണഭോക്താക്കളുടെ പൈസ ഇതുപോലെ കവർന്നെടുക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ചെറിയ തുക ഈടാക്കുന്ന ഒരു സാഹചര്യം മുമ്പ് ഉണ്ടായതുകൊണ്ട് ധനവകുപ്പ് തന്നെ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ കാര്യം കൂടി എല്ലാവരും ഓർക്കേണ്ടതാണ്. അപ്പോൾ പെൻഷൻ വിതരണം 11-ാം തീയതി ബുധനാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ്. മസ്റ്ററിംഗ് പൂർത്തീകരിച്ച എല്ലാവർക്കും പെൻഷൻ ലഭിക്കുന്നതാണ്. മസ്റ്ററിംഗിന്റെ കാര്യം പറയുമ്പോൾ ഈ മാസം 30-ാം തീയതി വരെയാണ് മസ്റ്ററിംഗിന് സമയം അനുവദിച്ചിട്ടുള്ളത്. എല്ലാ ആളുകളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. മസ്റ്ററിംഗ് പരാജയപ്പെട്ടിട്ടുള്ള ആളുകളെല്ലാം പൂർത്തീകരിക്കണം. ഇപ്പോൾ നടക്കുന്ന മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് പെൻഷൻ മുടങ്ങില്ല. മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ തുടർന്നങ്ങോട്ട് സെപ്റ്റംബറിന് ശേഷം വിതരണം ചെയ്യുന്ന പെൻഷൻ മുടങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എല്ലാ ആളുകളും ഈ കാര്യം മനസ്സിലാക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ.